ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ മിൽക്ക് ഷേക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്ക് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ രുചികരമായി തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോയുടെ മുകളിലുള്ള പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരുവിധം വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് ഷേക്ക് അടിക്കുമ്പോൾ ചിലവർക്ക് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള പഞ്ചസാര, പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെങ്കിൽ പഞ്ചസാര കുറച്ച് മതി. അത് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 400 ml പാലെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാച്ചിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. പിന്നെ ഞാൻ ഒരു 4 5 ഐസ് ക്യൂബ് എടുക്കണം. അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൈനാപ്പിൾ ഒന്ന് വേവിക്കാനായിട്ട് ഒരു പാനിലേക്ക് മാറ്റാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ മുഴുവൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കരുത്, പൈനാപ്പിളിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം ആവശ്യത്തിന് ഇല്ലെങ്കിൽ നമ്മൾ ഷേക്ക് അടിക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് തിളച്ച് വെന്ത് വരണം. നമ്മൾ പച്ചനെ പൈനാപ്പിൾ അടിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ചൊറിച്ചിലുണ്ടാവും. അതുകൊണ്ടാണ് വേവിച്ചിട്ട് ഷേക്ക് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ഷേക്കിന്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി തുടങ്ങി. കുറച്ച് വെള്ളം കിടന്നാലും കുഴപ്പമില്ല. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്, പഞ്ചസാര കൂടി ചേർക്കുന്നതുകൊണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി ചൂടാറാനായിട്ട് വെക്കാം. ഇപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മധുരമൊക്കെ പാകത്തിനാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്കാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, താങ്ക് യു.